ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 118. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഫാത്തിമ, പോർച്ചുഗൽ, സെപ്റ്റംബർ 15, 1989. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ. 411. എൻ്റെ ദുഃഖം വലുതാകുന്നു. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ എൻ്റെ ദുഃഖത്തെ എന്നോടൊപ്പം പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദുഃഖിതയായ അമ്മയാകുന്നു. എൻ്റെ വിമല ഹൃദയം വേദനിപ്പിക്കുന്ന നിരവധി മുള്ളുകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശത്രുവിൻ്റെ ഭരണസീമയുടെ വിസ്തൃതി അനുദിനമെന്നവണ്ണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയും അവൻ്റെ ശക്തി മനുഷ്യഹൃദയങ്ങളിൽ ആത്മാക്കളിലും വ്യാപിച്ചു വരികയും ചെയ്യുകയാണ്. വളരെ കട്ടിയായ ഇരുട്ട് ഭൂതലത്തെ ആകമാനം ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ശാഠ്യപൂർവമായ ദൈവനിഷേധത്തിൻ്റെ ഇരുട്ടാണ്. ഇത് മനുഷ്യർ ചെയ്യുന്നതും നീതീകരിക്കപ്പെടുന്നതും കുമ്പസാരിക്കപ്പെടാത്തതുമായ പാപങ്ങളുടെ കുരിരുട്ടാണ്. ഇത് ദുർമോഹത്തിൻ്റെയും അശുദ്ധിയുടെയും ഇരുട്ടത്രേ. ഇത് കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും ഇരുട്ടാണ്. വിശ്വാസനഷ്ടത്തിൻ്റെയും അതിൻ്റെ തിരസ്കരണത്തിൻ്റെയും ഇരുട്ടാകുന്നു. യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെ രക്തരൂക്ഷിതമായ മണിക്കൂറുകളിൽ കൂടി വീണ്ടും ജീവിച്ചുകൊണ്ട് നിഗൂഢമായ പ്രാണവേദന അനുഭവിക്കുമ്പോൾ അവയെല്ലാം എൻ്റെ വിമല ഹൃദയമാകുന്ന ചഷകത്തിൽ ഇന്ന് ഞാൻ ശേഖരിക്കുകയാണ്. യേശുവിൻ്റെ പുതിയ ഗത്സമനി സഭയിൽ നാം കാണുന്നു. സഭ ആക്രമിക്കപ്പെടും, തിരസ്കരിക്കപ്പെടും. കാണുമ്പോൾ അതിൽ നല്ലൊരു ഭാഗം ഇടയന്മാർ നിസ്സംഗരായി ഭക്തിമാന്ദ്യത്തിലാണ്ട് നിദ്രാധീനരായി കഴിയുന്ന കാഴ്ച നാം കാണുന്നു. മറ്റു ചിലരോ എന്നാൽ അധികാരവും ധനവും മോഹിച്ച് യൂദാസിനെ പോലെ സഭയെ ഒറ്റിക്കൊടുക്കുന്നു. കറുത്ത മൃഗത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും വേഷമുള്ള മൃഗത്തിൻ്റെയും സഹായത്തോടെ ഈ ദിവസങ്ങളിൽ സർപ്പം അതിൻ്റെ വൻപിച്ച വിജയത്തിൽ ആഹ്ലാദോത്തമനായി കാണപ്പെടുമ്പോൾ പിശാച് തനിക്കിനി അധിക സമയം ലഭിക്കാനില്ലെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കുകയാണ്. അക്കാരണത്താൽ എൻ്റെ മഹാദുഃഖത്തിൻ്റെ സമയവും വന്നെത്തി എന്നറിഞ്ഞിരിക്കുവിൻ. എൻ്റെ പുത്രൻ യേശുവിനെ അവഹേളിക്കുകയും തൻ്റെ വചനത്തെ അഹന്ത മൂലം നിരാകരിച്ച് മാനുഷികവും യുക്തിവാദപരവും വ്യാഖ്യാനം വഴി കീറിമുറിച്ചുകൊണ്ട് മർദ്ദനവിധേയനാക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ അത്യധികം ദുഃഖിക്കുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശു സദാ വിസ്മരിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചവിട്ടിമെതിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയിൽ ഞാൻ അത്യധികം ദുഃഖിതയാണ്. എൻ്റെ സഭ വിഭജിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, നഗ്നയാക്കപ്പെട്ട്, ക്രൂശിതയാക്കപ്പെടുന്നത് എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു. എൻ്റെ മാർപ്പാപ്പ വൻഭാരമുള്ള കുരിശിനടിയിൽ കുരുങ്ങപ്പെടുന്നതും മെത്രാന്മാരുടെയും വൈദികരുടെയും വിശ്വാസികളുടെയും ചിന്താശൂന്യതയാൽ വലയം ചെയ്യപ്പെടുന്നതും എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു. എൻ്റെ പാവപ്പെട്ട മക്കളിൽ വളരെയധികം പേർ തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിലൂടെ പാഞ്ഞു പോകുന്നതും ദുഷ്പ്രവർത്തികളിലും അശുദ്ധികളിലും സ്വാർത്ഥതയിലും വിദ്വേഷത്തിലും കൂടെ കടന്നു പോകുന്നതും തങ്ങളുടെ നിത്യനാശത്തിൻ്റെ അപകടസ്ഥിതിയിൽ കഴിയുന്നതും കാരണം എൻ്റെ ഹൃദയവ്യത വലുതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 1917 ഇതേ സ്ഥലത്ത് ലൂസിയ ജസീന്തോ ഫ്രാൻസിസ്കോ എന്നീ 3 കൊച്ചുകുട്ടികൾക്ക് ദർശനം നൽകിയപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട കാര്യം തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുഞ്ഞുമക്കളായ നിങ്ങളോടും ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ പാപികളായ കുഞ്ഞുമക്കളുടെ വിമോചനത്തിനായി എൻ്റെ വിമല ഹൃദയമാകുന്ന അൾത്താരയിൽ മോചിക്കപ്പെടുവാനുള്ള കർത്താവിനുള്ള ബലിവസ്തുവായി സമർപ്പിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥന. കൂടെ പരിശുദ്ധ കുർബാനയുടെ ആരാധന മണിക്കൂറുകൾ നടത്തുകയും പരിഹാര കുർബാന സ്വീകരണങ്ങൾ കൂടുതലായി നടത്തുകയും വേണം. കർത്താവ് നമുക്ക് കൽപ്പിച്ചു തരുന്ന വേദനകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക.
ഈ അവസാന കാലഘട്ടത്തിൽ സ്വർഗീയ പ്രവാചിക എന്ന നിലയിൽ ഞാൻ നൽകുന്ന സന്ദേശം നിർഭയം സ്വീകരിക്കുക, പ്രചരിപ്പിക്കുക. നിങ്ങളുടെ സ്വർഗീയ ആത്മയുടെ വേദനാപൂർണമായ സ്വരത്തിന് നേരെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുകയെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷാവിധി നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ രക്ഷ സാധ്യമാക്കുന്നതിനുള്ള അവസാനത്തെ പരിശ്രമം എൻ്റെ പുത്രനായ യേശുവിൻ്റെ ദിവ്യഹൃദയം എൻ്റെ അമലോത്ഭവ ഹൃദയത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഡോങ്കോ കോമോ, ഒക്ടോബർ 13, 1989. ഫാത്തിമയിലെ അവസാന ദർശനത്തിൻ്റെ വാർഷികം. 412. ഒന്നാമത്തെ പ്ലേഗ് ബാധയുടെ ദൈവദൂതൻ. ഫാത്തിമയിൽ 1917 ഒക്ടോബർ 13 നടന്നതും സൂര്യനിൽ കണ്ട അത്ഭുതം വഴി സ്ഥിരീകരിക്കപ്പെട്ടതുമായ എൻ്റെ അവസാനത്തെ ദർശനം ഇന്ന് നിങ്ങൾ അനുസ്മരിക്കുകയാണ്. സൂര്യനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന സ്ത്രീയെ കൂടുതൽ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ മഹാദിനത്തിൻ്റെ സമാഗമനത്തിനായി സഭയെയും മനുഷ്യവംശത്തെയും ഒരുക്കുവാനുള്ള ചുമതല എനിക്കുള്ളതാണ്. നിർണായകമായ യുദ്ധത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. മഹാദുരിതങ്ങളുടെ മണിക്കൂറുകൾ ലോകത്തിന് മുകളിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തെന്നാൽ ലോകത്തെ ശിക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മാലാഖമാർ പ്ലേഗ് ബാധയുമായി അയക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാൻ, വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ, വിശുദ്ധി, സന്മാതൃക, ചാരിത്രശുദ്ധി, പുണ്യം എന്നിവയുടെ മാർഗങ്ങളിൽ സഞ്ചരിക്കുവാൻ എത്രയോ പ്രാവശ്യം നിങ്ങളെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. അശുദ്ധ പ്രവർത്തികൾ ചെയ്യരുതെന്ന ദൈവത്തിൻ്റെ 6ാം കൽപ്പന ലംഘിച്ചുകൊണ്ടുള്ള എൻ്റെ ഉപദേശത്തെ ലംഘിക്കാതിരിക്കാനുള്ള എൻ്റെ ഉപദേശത്തെ മനുഷ്യർ തുടർച്ചയായി നിരാകരിച്ചു കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അവർ ഈ നിയമലംഘനത്തെ ശ്ലാഘനീയമായി ഉയർത്തിക്കാട്ടുക മാത്രമല്ല, അതിനെ മനുഷ്യകുലത്തിൻ്റെ നേട്ടമായും വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ നവീന പ്രാവർത്തിക പരിശീലനമായി കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇക്കാലങ്ങളിൽ അശുദ്ധ പാപങ്ങളെ നന്മയായി ചിത്രീകരിച്ച് അവയ്ക്ക് നിയമസാധുത നൽകുന്ന കാര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അത് യുവജനങ്ങളെയും കൊച്ചുകുട്ടികളെയും മനസാക്ഷിയെ ദുഷിപ്പിച്ച് സ്വയംഭോഗം പാപമല്ലെന്ന തെറ്റായ ബോധ്യത്തിൽ അവരെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹസമ്മതം നൽകിക്കഴിഞ്ഞവർ വിവാഹത്തിന് മുൻപ് തന്നെ ലൈംഗികമായി ബന്ധപ്പെടുന്നതും അനുവദനീയമാകുകയും നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നു. കുടുംബങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുവാനും വിവിധ തരത്തിലുള്ള കുടുംബാസൂത്രണ മാർഗങ്ങൾ അവലംബിക്കുവാനും പ്രോത്സാഹിക്കുന്നു. പ്രകൃതിവിരുദ്ധമായ അശുദ്ധ പ്രവൃത്തികളെ സാധൂകരിക്കുക മാത്രമല്ല, അവയെ മഹത്വീകരിക്കുവാനും സ്വവർഗഭോഗികൾക്ക് വിവാഹിതരുടേതുപോലുള്ള സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ഇവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്നത്തേതുപോലെ മുൻപൊരിക്കലും പത്രങ്ങൾ വഴിയും മറ്റെല്ലാ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും അധാർമികതയും അശുദ്ധിയും അശ്ലീലവും ഇത്ര പരസ്യമായി തുടർച്ചയായി പ്രചരിക്കപ്പെട്ടിരുന്നില്ല. എല്ലാറ്റിനും ഉപരിയായി എല്ലാവരുടെയും മനസ്സിനെയും ഹൃദയത്തെയും ദുഷിപ്പിച്ചുകൊണ്ട് അശ്ലീല ചിത്രങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അനുദിനം തുടരുന്ന ശപിക്കപ്പെട്ട ഒരു ഉപാധിയായി തീർന്നിട്ടുണ്ട്. ദൂരദർശൻ എന്ന മാധ്യമം വിദൂര സങ്കേതങ്ങൾ, പ്രത്യേകിച്ച് സിനിമയും മറ്റുല്ലാസ കേന്ദ്രങ്ങളും മാനുഷികവും ക്രൈസ്തവുമായ മഹത്വത്തെ മലിനീയമാക്കുന്ന അഴുക്കുചാളായി തീർന്നിട്ടുണ്ട്. അശുദ്ധ പാപങ്ങൾ വഴി ദൈവമായ കർത്താവ് പരസ്യമായി നിരന്തരമായും ദ്രോഹിക്കപ്പെടുന്ന സമയമാണിപ്പോൾ. ജഡിക പാപങ്ങൾ വഴി തെറ്റു ചെയ്യുന്നവർ തങ്ങളുടെ ശരീരത്തെ തന്നെ ശിക്ഷാർഹമാക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതം അസന്നിഗ്ധമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ദൈവഹിതമനുസരിച്ച് ലോകം ശിക്ഷിക്കപ്പെടാനായി ആദ്യത്തെ പ്ലേഗ് ബാധ നടപ്പാക്കുന്ന മാലാഖ വരുന്ന സമയം വന്നിരിക്കുന്നു. തങ്ങളുടെ നെറ്റിത്തടങ്ങളെയും കരങ്ങളെയും മൃഗത്തിൻ്റെ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നവരെയും അവൻ്റെ ചിത്രത്തെ ആരാധിക്കുന്നവരുടെയും ശരീരത്തിൽ ആദ്യ പ്ലേഗ് ബാധയുടെ മാലാഖ ആഴമായി മുറിവേൽപ്പിക്കും. അത് ചീഞ്ഞു നാറുന്ന ഒരു ഭയങ്കര വ്രണമായി തീരുകയും ആ ദുർഭകൻ നിരാശാബോധത്താൽ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നു. ഭീഭത്സവും സുഖപ്പെടാത്തതുമായ ശാരീരിക രോഗങ്ങളിൽ കഴിയുന്നവരുടെ വേദനയാണ് ഈ വ്രണം പ്രതിനിധീകരിക്കുന്നത്. വേദനാപൂർണവും മാരകവുമായ ഈ വ്രണം മനുഷ്യരാശിക്ക് തന്നെ ഒരു പരസ്യ ചൂണ്ടുപലകയാണ്. മനുഷ്യൻ ഇന്ന് ആകമാനം ദുഷിച്ച് നിരീശ്വരത്വപരവും ഭൗതികപരവുമായ ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത് മനുഷ്യജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം സുഖാനുഭൂതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണെന്ന് വരുത്തി തീർക്കുന്നു.
എൻ്റെ പാവപ്പെട്ട മക്കളിൽ ചിലർ അവരുടെ അശുദ്ധ പാപങ്ങളും വഴിപിഴച്ച ധാർമ്മിക ഇടപാടുകളും വഴി ഈ രോഗങ്ങൾക്കടിമയാകുന്നു. അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഭാരം അവർ തന്നെ വഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതിന് വിപരീതമായി തങ്ങൾ നല്ലവരും നിരപരാധികളുമായിരുന്നിട്ടും മറ്റു ചിലർ ഈ വിധത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ നിങ്ങളുമായുള്ള കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് പാപികളുടെ മോചനത്തിനായി അവരുടെ പീഡകളെ സഹിക്കുകയാണ്. ഒന്നാമത്തെ പ്ലേഗ് ബാധ മാരകമായ വ്രണങ്ങളും എല്ലാത്തരം അർബുദ രോഗങ്ങളുമാണ്. ഇവയ്ക്കെതിരായി ശാസ്ത്രീയ പുരോഗതി വളരെ മുന്നേറിയിട്ടും ഒന്നും ചെയ്യാനാവാതെ ഇവ മനുഷ്യ ശരീരത്തിൽ വ്യാപിക്കുകയും അതിഭീകരമായ വേദന കൊണ്ട് നശീകരണം കൂടുതൽ മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. വത്സല മക്കളെ, ഈ തീരാവ്യഥകൾ ഭൂമുഖത്തെല്ലായിടത്തും വ്യാപിച്ച് ലക്ഷങ്ങളെ മരണത്തിന് അടിമപ്പെടുത്തുകയും ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുക. ഒന്നാമത്തെ ചൂണ്ടുപലകയിൽ കാണുന്നത് ഇപ്പോഴത്തെ പുതിയ രോഗമായ എയ്ഡ്സ് ആകുന്നു. ലഹരി പദാർത്ഥങ്ങൾക്കും തിന്മകൾക്കും പ്രകൃതി വിരുദ്ധ അശുദ്ധ പാപങ്ങൾക്കും അടിമയായി തീർന്ന എൻ്റെ പാവപ്പെട്ട മക്കളാകുന്നു പ്രഥമത ഈ രോഗങ്ങൾക്ക് അധീനരായിത്തീരുന്നത്. നിങ്ങളുടെ സ്വർഗീയ അമ്മ മനുഷ്യർ ഈ ബാധയ്ക്ക് അധീനരാകുന്ന ഈ കാലയളവിൽ അവർക്കെല്ലാം ഒരു സഹായവും താങ്ങും പ്രത്യാശയുടെ ഉറവിടവുമാകേണ്ടിയിരിക്കുന്നു. അതിനായി ഉപവാസത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പാതയിൽ കൂടെ സഞ്ചരിക്കുവാൻ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. കൊച്ചു കുട്ടികളോട് അവർ പുണ്യത്തിലും വിശുദ്ധിയിലും വളരുവാൻ ഇത്തരുണത്തിൽ മാതാപിതാക്കളും അധ്യാപകരും അവർക്ക് തുണയായിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. യുവാക്കളോട് പ്രാർത്ഥനയും ഞാനുമായുള്ള ഐക്യവും വഴി വികാരങ്ങളെ നിയന്ത്രിക്കുകയും സിനിമയും മറ്റു നിഷിദ്ധങ്ങളായ ഉല്ലാസങ്ങളും വർജിക്കുകയും ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ എൻ്റെ വിമല ഹൃദയത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഈ പുണ്യത്തിനെതിരാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. വിവാഹ വാഗ്ദാനം നടത്തിയവർ തമ്മിൽ വിവാഹത്തിന് മുൻപുള്ള ശാരീരിക ബന്ധങ്ങളിൽ നിന്നകന്നു നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വിവാഹിതരായ ക്രൈസ്തവ ദമ്പതികളോട് വൈവാഹിക ചാരിത്രശുദ്ധി പരിശീലിക്കുവാനും ഇക്കാലത്തും സഭ പ്രക്ഷുബ്ധമായ വിവേകത്തോടുകൂടി നിർദ്ദേശിക്കുന്ന ക്രിസ്തുവിൻ്റെ പഠനത്തെ പിന്തുടർന്നുകൊണ്ട് ജനന നിയന്ത്രണത്തിനുള്ള കൃത്രിമ മാർഗങ്ങളെ ഉപേക്ഷിക്കുവാനും ഞാൻ ഉപദേശിക്കുന്നു. വൈദികരോട് ആത്മനിഷ്ഠയോടെ ബ്രഹ്മചര്യവും സന്യസ്തരോട് അവരുടെ ചാരിത്ര വാഗ്ദാനവും പരിശീലിക്കണമെന്ന് ശക്തമായി ഞാൻ ആവശ്യപ്പെടുന്നു. മേലുദ്ധരിച്ച ഈ രോഗബാധയാൽ മുറിവേറ്റപ്പെട്ട പാവപ്പെട്ട എൻ്റെ മക്കൾക്ക് ആശ്വാസം നൽകുകയും തണുപ്പിക്കുകയും പ്രത്യാശയും സമാധാനവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കരുണാമയിയായ ഒരമ്മയായി ഞാൻ പ്രത്യക്ഷപ്പെടുന്നു. ഇവരോട് തങ്ങളുടെ വേദനകളെ പരിഹാരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും അരൂപിയിൽ കാഴ്ചവെക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. സർവോപരി എൻ്റെ വിമല ഹൃദയം രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന സുനിശ്ചിത പാതയായും ഹൃദ്യമായ സങ്കേതമായും ഭവിക്കുകയാണ്. ഈ സ്വർഗീയ ആരാമത്തിൽ എല്ലാവരും ആശ്വസിപ്പിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് സ്നേഹവാത്സല്യത്തോടെ അവരുടെ വേദനകളിൽ സാന്ത്വനം നരുളുകയും കർത്താവ് തിരുമനസ്സാണെങ്കിൽ രോഗശാന്തിയാകുന്ന ദാനം നൽകുകയും ചെയ്യും. അക്കാരണത്താൽ മനുഷ്യ സമൂഹം ഈ ആദ്യബാധയിലകപ്പെട്ടിരിക്കുന്ന ഇക്കാലത്ത് നിങ്ങളുടെ സ്വർഗീയ അമ്മയായ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുമായി എനിക്ക് നേരെ നോക്കുവാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഡോങ്കോ കോമോ, നവംബർ 1, 1989. സകല വിശുദ്ധരുടെയും തിരുനാൾ 413, പുതിയ ജെറുസലേം. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. നാളെ രക്ഷ പ്രാപിച്ചവരെങ്കിലും ശുദ്ധീകരണ സ്ഥലങ്ങളിൽ ഇപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടും വേദന അനുഭവിച്ചും കഴിയുന്ന ആത്മാക്കളെ നാം അനുസ്മരിക്കുന്ന ദിനമാകുന്നു. യാതനാപൂർണമായ ഈ കാലയളവിൽ പുണ്യവാന്മാരുടെ ഒരുപാടെന്ന യാഥാർത്ഥ്യത്തെ ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ നിങ്ങളെ ശ്രദ്ധിക്കുവിൻ. ഞാൻ സകല വിശുദ്ധരുടെയും രാജ്ഞിയാകുന്നു. ഞാൻ ഒരൊറ്റ സൈന്യത്തിൻ്റെ നായികയുമാണ്. സർപ്പവും കടുത്ത മൃഗവും കുഞ്ഞാടിൻ്റെ പോലുള്ള മൃഗവും മറ്റു ദുഷ്ടാരൂപികളും അനുദിനം നിങ്ങൾക്ക് നേരെ വയ്ക്കുന്ന കെണികൾക്ക് പകരം കർത്താവിൻ്റെ മാലാഖമാർ ശക്തിയും കരുത്തുറ്റുമുള്ള എൻ്റെ പ്രതിരോധം കാഴ്ചവെക്കുകയാണ്. എൻ്റെ പ്രതിയോഗിയുടെ കുതന്ത്രത്തെ പരാജയപ്പെടുത്തുന്നതിനായി അയക്കപ്പെട്ടിരിക്കുന്ന അവരുടെ സ്വർഗീയ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക.
ദൈവാരാധനയ്ക്ക് നിയോഗിക്കപ്പെട്ട എൻ്റെ പാവപ്പെട്ട കുഞ്ഞുമക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സാത്താൻ്റെ വണക്കവും കറുത്ത പൂച്ചകളും എന്ന ദുരാചാരവും എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതായി അതിനെ പ്രേരിപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. ശപിക്കപ്പെട്ട ദൈവദൂഷണപരമായ ഈ പൈശാചിക കൃത്യത്തെ സനാതനവും അതിഗഹനവും നിരന്തരവുമായ ആരാധനയും ദൈവമഹത്വീകരണവും കൊണ്ട് പ്രതികരിക്കുകയാണ് മാലാഖമാർ. ദുഷ്ടശക്തികൾ നിങ്ങൾ നടക്കേണ്ട വഴികളിൽ വിതറുന്ന പ്രതിബന്ധങ്ങളാകുന്ന പ്രയാസങ്ങൾക്കും നിഗൂഢമായ എതിർപ്പുകൾക്കും ആക്രമണങ്ങൾക്കും പകരം സ്വർഗത്തിലെ വിശുദ്ധഗണം അവരുടെ ശക്തിയേറിയ മധ്യസ്ഥതയും സഹായവും വഴി പ്രതികരിക്കുന്നു. മേസൻ സംഘം നിങ്ങൾക്കെതിരെ നിങ്ങളെ വീഴ്ത്താൻ ഗുപ്തവും സ്പഷ്ടമല്ലാത്തതുമായ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ അവയെ കണ്ടുപിടിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശക്തിയേറിയ സ്വർഗീയ വെളിച്ചം വിശുദ്ധർ അയക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നൈർമല്യവും വിശുദ്ധിയും ഉൾക്കൊള്ളുന്ന ഒരു പ്രകാശ ധോരണി നിങ്ങളെ വലയം ചെയ്യുന്നതാണ്. വളരെ നിഗൂഢവും അപകടം പതിയിരിക്കുന്നതുമായ മേസൻ സംഘത്തിൻ്റെ കറുത്ത മൃഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിവിധിയാകുന്നു സ്വർഗത്തിലെ വിശുദ്ധന്മാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് നൽകുന്നത്. കുഞ്ഞാടിൻ്റെ പോലുള്ള മൃഗം നിങ്ങൾക്കു നേരെ നിരത്തുന്ന ഈ പ്രയാസങ്ങൾക്കും അപഹാസ്യ പ്രവർത്തനങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കുമെതിരെ എൻ്റെ പ്രിയ മക്കൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമായി നിരന്തരമായ പ്രാർത്ഥനയുടെ കൂട്ടായ്മ വഴി അവർക്ക് വെളിച്ചവും ആശ്വാസവും പകർന്നു കൊടുക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുന്നതിനുള്ള മാർഗവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കാകട്ടെ സുരക്ഷിതത്വവും ജീവിതായോധനത്തിലുള്ള ധൈര്യവും നൽകിക്കൊണ്ട് കർത്താവിൻ്റെ തിരുമനസ് ഓരോ നിമിഷത്തിലും നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇന്ന് എൻ്റെ വിമലഹൃദയമാകുന്ന സ്വർഗീയ ആരാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ അഭിവീക്ഷിക്കുന്നു. പുണ്യവാന്മാരുടെ ഒരുമ്പാടുന്ന അത്ഭുതാവഹമായ ഈ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടിയുള്ള സമരത്തിൽ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ പ്രതിജ്ഞാബദ്ധരാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും മഹത്വമേറിയ രാജവാഴ്ചയുടെയും ആവിർഭാവത്തിൽ നിങ്ങൾ ഇതുവഴി പങ്കുകാരാകുകയും ചെയ്യുന്നു. തൻ്റെ വരവിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വധുവിനെ സ്വീകരിക്കുന്ന വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേമിന് രൂപം നൽകുന്ന കൃത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ പങ്കുകാരാകുകയാണ്. നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് വസിക്കാനുള്ള ഭവനം നിർമ്മിക്കുകയാണ്. അവിടെ എല്ലാവരും അവിടുത്തെ ജനമായിത്തീരും. എല്ലാവരുടെയും കണ്ണുനീർ ഒപ്പിയെടുക്കപ്പെടും. അവിടെ ഇനി മരണമോ ഭിന്നതയോ വിലാപമോ ദുഃഖമോ ഉണ്ടാവുകയില്ല, കാരണം പഴയതെല്ലാം കടന്നുപോയി. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ അനുദിനം കൈപിടിച്ച് നടത്തുകയും പുതിയ പുതിയ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഭയുടെ പുതിയ പഠനങ്ങളിലൊന്നും പരിശുദ്ധ അമ്മയെ വില കുറച്ച് കാണുകയോ അമ്മയെ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. അമ്മയുടെ വില വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് നിത്യസഹായമാണ്. പരിശുദ്ധ അമ്മ നമുക്ക് കൃപയുടെ മാർഗമാണ്. പരിശുദ്ധ അമ്മ നമുക്ക് രക്ഷയിലേക്കുള്ള പാതയാണ്. അമ്മയുടെ നാമം നമ്മൾ ഒരിക്കലും ദൈവനാമത്തിന് തുല്യമായോ പകരമായോ ഉപയോഗിക്കുന്നില്ല. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. അവിടുത്തെ ത്രിത്വത്തിൻ്റെ മഹത്വീകരണം ഉണ്ടാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.